നോക്കിയ ഡൈവേർജൻസ് ക്രൈറ്റീരിയ. ഒരു സീക്വൻസ് xn diverges അല്ലെങ്കിൽ xn is not converges to x. xn not converges to x if എപ്പോഴാണ് ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത്. നമുക്കറിയാം ഒരു സീക്വൻസ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുക, അതിന്റെ നെഗേഷൻ ആണല്ലോ എഴുതേണ്ടത്. അപ്പൊ ഞാൻ കൺവേർജ് ചെയ്യുന്നത് എപ്പോഴാണ് എഴുതുക, എപ്പോഴാണ് പറഞ്ഞോ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 പറ there exists k belongs to n ഓർമ്മ പറയും such that for every n greater than or equal to k xn satisfy modulus of xn minus x is ഇതാണ് എന്ത് ഒരു സീക്വൻസ് x എന്ന നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു എപ്സിലോൺ k ഗെയിമാണ്. നിങ്ങൾ എനിക്ക് എപ്സിലോൺ തരുമ്പോഴൊക്കെ നിങ്ങൾ ഫോർ എവരി എപ്സിലോൺ എഴുതാൻ 0 നിങ്ങൾ എനിക്ക് എപ്സിലോൺ തരുമ്പോഴൊക്കെ എത്ര ചെറിയ നമ്പർ തന്നാലും എനിക്ക് ഇത് കണ്ടെത്താൻ പറ്റും. k belongs to n ഒരു നാച്ചുറൽ നമ്പർ കണ്ടെത്തി തരാൻ പറ്റും. ഒരു 100 അല്ലെങ്കിൽ ഒരു 1000 അല്ലെങ്കിൽ ഒരു 149 അങ്ങനെ ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ കണ്ടെത്തി തരാൻ പറ്റണം. സച്ച് ദാറ്റ് നാച്ചുറൽ നമ്പർ പ്രത്യേകത എന്താ, സച്ച് ദാറ്റ് ഫോർ എവരി n ഗ്രേറ്റർ ദാൻ or equal to k k മുകളിലുള്ള എല്ലാ എണ്ണുകൾക്കും k സപ്പോസ് 1000 ആണെന്ന് വിചാരിക്കുക, 1000 ആണെങ്കിൽ n ആയിട്ട് ആരൊക്കെ പോസിബിലിറ്റി ഒരാളും രണ്ടാളും ഒന്നല്ല ഇൻഫിനിറ്റ്ലി വലിയ എണ്ണുകളുണ്ട്. ഏതാണത് 1001 1002 1003 അങ്ങനെ പോയിട്ട് എല്ലാ നാച്ചുറൽ നമ്പറും 1000 മുകളിലുള്ള എല്ലാ നാച്ചുറൽ നമ്പറും 1000 മുതൽ അങ്ങോട്ടുള്ള നാച്ചുറൽ നമ്പർ മൊത്തം എടുത്താൽ xnകൾ എത്ര xn ആണിത്, ഒന്നോ രണ്ടോ അല്ല. x സഫിക്സ് 1001 x സഫിക്സ് 1002 x സഫിക്സ് 1003 x സഫിക്സ് 1 crore x സഫിക്സ് 10 crore അങ്ങനെ പോകും. അപ്പൊ എല്ലാ ടേമും 1000 വരെയുള്ള ടേമുകൾ ഒഴികെ ബാക്കിയൊക്കെ ആ സീക്വൻസിന്റെ ടെയിൽ പാർട്ട് പൊക്കുന്നു, വാലുകൾ കുത്തോ ടെയിൽ തന്നെ പറയുന്നുണ്ട്. ടെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് എണ്ണം ഒഴികെ 1 മുതൽ 1000 വരെയുള്ള ടേംസ് ഒഴികെ അല്ലെങ്കിൽ 1 മുതൽ 999 വരെയുള്ള ടേംസ് x1 മുതൽ x2 x3 അങ്ങനെ പോയിട്ട് x സഫിക്സ് 999 വരെയുള്ള ടേമുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, ആ ടേമുകളൊക്കെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, ആ ടേമുകളും നമ്മുടെ ഈ x ഉണ്ടല്ലോ ഈ കൺവേർട്ട് ചെയ്യുന്ന ലിമിറ്റ് ഫോർ എക്സാമ്പിൾ 5 ആണെങ്കിൽ 5 അല്ലെങ്കിൽ 0ലേക്ക് ആണെങ്കിൽ 0 അല്ലെങ്കിൽ -4 ആണെങ്കിൽ -4 അങ്ങനെ ആ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം, അതാണ് വ്യത്യാസം എന്ന് പറയാം. മോഡുലസ് ഓഫ് a minus b എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ a and b ആണ്. വ്യത്യാസം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x and x ഷുഡ് ബി ലെസ് ദാൻ അവർ പ്രീ അസൈൻഡ് എപ്സിലോൺ. നിങ്ങൾ തന്ന എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കണം. ഇതാണ് കൺവേർജൻസിന്റെ ഡെഫിനിഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് നടക്കൂല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നടക്കൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഏത് എപ്സിലോണിനും ഒരു k കിട്ടും എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താ, എപ്സിലോൺ k ഗെയിമാണ്. നിങ്ങൾ എനിക്ക് എപ്സിലോൺ തരുമ്പോഴൊക്കെ ഞാനാണ് കൺവേർജൻസ് പറയുന്ന ആള്, ഞാനാണ് കൺവേർജന്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ കൊടുക്കാൻ വേണ്ടി എന്ത് പറയും, ഒരു എപ്സിലോൺ തരും. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു തരണം, k പറഞ്ഞു തരണം. വീണ്ടും നിങ്ങൾ മാറ്റി തരും എപ്സിലോൺ, അപ്പോഴും ഞാൻ വേറെ k പറഞ്ഞു തരണം. അങ്ങനെ നിങ്ങൾ എപ്പോഴൊക്കെ എപ്സിലോൺ പറയുന്നുണ്ടോ അപ്പോഴൊക്കെ എന്ത് എനിക്ക് k പറഞ്ഞു തരാൻ പറ്റുകയാണെങ്കിൽ കൺവേർജൻ. അതല്ല നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു എപ്സിലോൺ തന്നു, ഒരു പ്രത്യേക എപ്സിലോൺ നോട്ട് എപ്സിലോൺ 0. അപ്പോ എപ്സിലോൺ നോട്ട് നിങ്ങൾ ഏതോ ഒരു എപ്സിലോൺ നോട്ട് എനിക്ക് തന്നു, ഒരു 0.0004 അങ്ങനെ ഏതോ ചെറിയ നമ്പർ തന്നു, എനിക്ക് എന്ത് കണ്ടെത്താൻ പറ്റുന്നില്ല, k കണ്ടെത്താൻ പറ്റുന്നില്ല. ഓക്കെ k കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഓക്കെ ഞാൻ അങ്ങനെ തന്നെ എഴുതാം. we cannot find a k belongs to n with the following with the property. ഏതാ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ വിത്ത് ദാറ്റ് പ്രോപ്പർട്ടി എഴുതാം. ദാറ്റ് പ്രോപ്പർട്ടി ദാറ്റ് ഇങ്ങോട്ട് ഫോർമുല വിത്ത് ദാറ്റ് പ്രോപ്പർട്ടി. ഏതാണ് പ്രോപ്പർട്ടി, ഇത് കേന്ദ്ര മുകളിലുള്ള എല്ലാ എണ്ണുകൾക്കും xn സാറ്റിസ്ഫൈ എന്ന ഈ സെക്കൻഡ് ലൈനിലുള്ള പ്രോപ്പർട്ടി ഉള്ള ഒരു കേനെ കണ്ടെത്താൻ പറ്റുന്നില്ല. എന്താ ഈ k എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ് ലോകത്ത് അൺകൗണ്ടബിൾ അല്ല, കൗണ്ടബിളി ഇൻഫിനിറ്റ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നാച്ചുറൽ നമ്പർ ആയിട്ടാണോ അല്ല, പിന്നെന്താ നാച്ചുറൽ നമ്പേഴ്സ് എനിക്ക് 1 2 3 എന്നാൽ എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷെ അവർക്കൊന്നും യോഗ്യത ഇല്ല, അതിന് യോഗ്യത ഇല്ല. ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടി ഉള്ള നാച്ചുറൽ നമ്പർ ഇല്ലാതെ അതിന്റെ അർത്ഥം എന്താ, ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും അയാൾക്കൊന്നും ആ പ്രോപ്പർട്ടി ഇല്ല. ഞാൻ 10 ചൂസ് ചെയ്തിട്ട് കാര്യമില്ല, അയാൾക്ക് പ്രത്യേകത ഇല്ല. ഞാൻ 100 ചൂസ് ചെയ്തിട്ട് കാര്യമില്ല, അയാൾക്ക് പ്രത്യേകത ഇല്ല. ഞാൻ 1000 ചൂസ് ചെയ്തിട്ട് കാര്യമില്ല, അയാൾക്ക് പ്രത്യേകത ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, ഞാൻ ഇതിന്റെ എന്താ പറയുക സ്ഥലം ഇല്ലാത്തത് ഇതിന്റെ താഴെ എഴുതാൻ പറഞ്ഞോ. ഓക്കെ മുകളിലേക്ക് വലിച്ചിട്ട് ഇത് ബ്രാക്കറ്റിലാണ്, ഇത് ബ്രാക്കറ്റിലാണ്, ഇത് കൺവേർജൻസിന്റെ ഡെഫിനിഷൻ ആണ്. നമുക്കറിയാം കൺവേർജൻ അല്ലെങ്കിൽ കൺവേർജൻ
എനിക്കൊരു കെ കണ്ടെത്താൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? കെ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, കെ ഉണ്ട്. അത് നമ്മുടെ ഇവിടെ എഴുതാൻ പോവാണ്. That is if there exists an epsilon naught greater than 0 such that for every k belongs to n. എങ്ങനെ നിങ്ങൾ k ചൂസ് ചെയ്താലും എന്താണ് എങ്ങനെ നിങ്ങൾ k ചൂസ് ചെയ്താലും k പ്രത്യേകതയില്ല. k hasn't that property. k ആ പ്രോപ്പർട്ടി എന്താണ് അർത്ഥം? k പ്രോപ്പർട്ടി ഇല്ലാതെ അർത്ഥം എന്താ? k പ്രത്യേകത ഇല്ലാതെ പറഞ്ഞ അർത്ഥം കെയുടെ പ്രത്യേകത നമ്മൾ എഴുതിയിട്ടുണ്ട്. കെയുടെ പ്രത്യേകത നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കെയുടെ മുകളിലുള്ള എല്ലാവർക്കും ഇത് നടക്കുന്നതാണ്. ഈ ക്ലാസ്സിൽ ഫുൾ പ്രസന്റ് ആണെന്ന് പറയുന്ന അർത്ഥം എല്ലാവരും പ്രസന്റ് ആവണം. ഫുൾ പ്രസന്റ് അല്ല എന്ന് പറയുന്ന അർത്ഥം ഫുൾ ആബ്സെന്റ് ആണെന്നാണോ? അല്ല, ഒരാളെങ്കിലും ആബ്സെന്റ് ആണെന്നേ അർത്ഥമുള്ളൂ. അതുപോലെ കേക്ക് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ കെയുടെ മുകളിലുള്ള എല്ലാ എണ്ണുകൾക്കും ശരിയാവണം. കേക്ക് പ്രത്യേകത ഇല്ലാതെ കേക്ക് താഴെ ഉണ്ടെന്നാണോ? അല്ല. ചില ആൾക്കാർ കഴിക്കും കെയുടെ മുകളിലുള്ളതൊക്കെ ശരിയാണെന്ന് അതിന്റെ ഓപ്പോസിറ്റ് കെയുടെ താഴെ വെക്കുന്നത്. അങ്ങനെയല്ല, കെയുടെ മുകളിലുള്ള എല്ലാവർക്കും ശരിയാണെന്നുള്ളതിന്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് അല്ലെ അതിന്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ കെന്റെ മുകളിലുള്ള ഏതോ ഒരാൾക്ക് ശരിയാവുന്നില്ല എന്നാണ്. കെയുടെ മുകളിലുള്ള ഏതോ ഒരു എണ്ണിന് ശരിയാവുന്നില്ല. നമുക്ക് അയാളെ എന്ത് വിളിക്കാം? സപ്പോസ് കെ 100 ആണെന്ന് വിചാരിക്കാം. കെ 100 ആണ്. കെയുടെ മുകളിലുള്ള 110 പ്രത്യേകത ഉണ്ട്, 101 പ്രത്യേകത ഉണ്ട്, 102, 103, 105, 107, 108, 109 ഒക്കെ പ്രത്യേകത ഉണ്ട്. 109 എന്താണ്? എന്നായിട്ട് 109 എടുത്താൽ എക്സ് സഫിക്സ് 109, അതായത് 109ാമത്തെ ടേമും എക്സും തമ്മിലുള്ള അകലം നിങ്ങൾ പറഞ്ഞ കുറവാണ്. പക്ഷേ 110 ആ പ്രത്യേകത ഇല്ല. എന്താ 110ന്റെ പ്രത്യേകത? 110ന് പ്രത്യേകത ഇല്ലാതെ കാരണം 110 എന്നതിന് ഞാൻ 100ന്റെ മുകളിൽ ഇട്ടു. കെ 100 ആണ്. n 110 ആണ്. 110 100ന്റെ മുകളിലാണ്. അങ്ങനെയാണ് എക്സ് 110ന് എന്ത് പ്രത്യേകത ഇല്ല? മോഡ് എക്സ് 110ഉം എക്സും തമ്മിലുള്ള അകലം അപ്സിലോണിന് കുറവല്ല. അതിന്റെ അർത്ഥം എന്താ? അപ്സിലോണിനേക്കാൾ കൂടുതൽ, നേരത്തെ അപ്സിലോണിനേക്കാൾ കൂടുതലാണ്. അതാണ് അതിന്റെ അർത്ഥം. അതിനെ എങ്ങനെ നിങ്ങൾ കെ ചൂസ് ചെയ്തിട്ട് കാര്യമില്ല. 100 എടുത്താൽ 110 ഉണ്ടാവും. 1000 എടുത്താൽ 1500 1700 അങ്ങനെ ആരും ഉണ്ടാവും. 10000 എടുത്താൽ 11234 വേറെ ഒരാളുണ്ടാവും അല്ലെ? എക്സാമ്പിൾ പറയുകയാണ്. അതുപോലെ 1,00,000 എടുത്താൽ അതിന്റെ മുകളിൽ ഏതോ ഒരാളുണ്ടാവും. എന്നാണ് അതിന്റെ അർത്ഥം. എങ്ങനെ കെ എടുത്താലും കെ ബിലോങ്സ് ടു n, there exists ഒരു nk belongs to n and nk greater than k. നോക്ക്, nk എന്ന് പറഞ്ഞാൽ n സഫിക്സ് k ആണ്, n into k അല്ല, n സഫിക്സ് k. എന്താണ്? ആരെ ഡിപ്പെൻഡ് ചെയ്യുന്ന? ഈ k നെ ഡിപ്പെൻഡ് ചെയ്യുന്ന n. എങ്ങനെ? 100 ആണെങ്കിൽ നമ്മൾ 100ന്റെ മുകളിൽ 110, 100 ആണെങ്കിൽ 100നെ നോക്കിക്കൊണ്ട് 110, 1000 ആണെങ്കിൽ 1520, n സഫിക്സ് k. അപ്പൊ n നെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ k നെ ഡിപ്പെൻഡ് ചെയ്യുന്ന n എന്നുള്ളത് കൊണ്ടാണ് n സഫിക്സ് k. ഇപ്പൊ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എനിക്ക് ആരെ മുകളിലാണ്? k ന്റെ മുകളിൽ 110 ആണ്, 100ന്റെ മുകളിൽ 1120 ആണെങ്കിൽ 1000ന്റെ മുകളിൽ ഉണ്ടാവും. Such that okay, അപ്പോൾ പറയാം that is not such that for every k belongs to n there is n k belongs to n and n k greater than k such that modulus of ആ ടേം x 100 നമുക്ക് എന്താ പറയാ? 100ാമത്തെ ടേം എന്നുള്ള എന്നാ പറയാ? nkth ടേമിന് എങ്ങനെയാ? xnk minus x greater than or equal to epsilon naught. അപ്പോൾ ഇതാണ് നമ്മുടെ നെഗേഷൻ. xn not converges here, xn not converges here, xn not converges to x, xn not converges to x, xn not converges to x if there എന്താ? നിങ്ങൾ എനിക്കൊരു അപ്സിലോൺ, ഞാൻ തോൽക്കും, ഞാൻ കളിയിൽ തോൽക്കും, അപ്പോഴാണ് നോട്ട് കൺവേർജന്റ് ആവുക. ഞാൻ കളി തോൽക്കുമ്പോഴാണ് കൺവേർജന്റ് അല്ലാതെ. എപ്പോഴാണ് ഞാൻ കളി തോൽക്കുക? നിങ്ങൾ എന്നെ കൊടുക്കാൻ അപ്സിലോൺ നോട്ട് പറഞ്ഞു, ഒരു പ്രത്യേക അപ്സിലോൺ നോട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. എനിക്ക് എങ്ങനെ കേട്ട് ശരിയാവുന്നില്ല. ഞാൻ 1 യൂസ് ചെയ്ത് 2 യൂസ് ചെയ്ത് 3 യൂസ് ചെയ്ത് 1000 10,000 ഒക്കെ നോക്കും, ഒന്നും നടക്കില്ല. എന്താ നടക്കില്ല എന്നാണ് കേട്ടോ. എങ്ങനെ ഞാൻ കേട്ടാലും അതിന്റെ മുകളിൽ nk നെ കണ്ടെത്താൻ പറ്റും. എന്താ nk നെ പ്രത്യേകത? ആ nkth ടേം x സഫിക്സ് n സഫിക്സ് k ആണ്. x സഫിക്സ് n സഫിക്സ് k nkth ടേം xnk x-മായുള്ള അകലം നിങ്ങൾ പറഞ്ഞ അപ്സിലോൺ നോട്ടിനേക്കാൾ കൂടുതലായിരിക്കും. സോ ഇപ്പോഴാണ് ഓക്കെ.